വാർത്തയല്ല, ഞാൻ ബസ് സ്റ്റാൻഡിലുള്ളത് ചൂരൽമലയ്ക്കുള്ള KSRTC ബസ്സിൻ്റെ മുന്നിലാണ്. അതായത് ഈ പണ്ടൊക്കെ ഞാൻ ഈ ജോലിയൊക്കെ തുടങ്ങുന്നതിന് മുൻപ് ഞങ്ങളെയൊക്കെ സംബന്ധിച്ച ഈ ചൂരൽമല, മുണ്ടക്കൈ തുടങ്ങിയ സ്ഥലങ്ങളൊക്കെ ഈ കൽപ്പറ്റയിൽ കാണുന്ന KSRTC ബസ്സിൻ്റെ ബോർഡിൽ മാത്രമായിരുന്നു പരിചയം. അത് ഞങ്ങൾക്ക് മാത്രമല്ല, ഈ മുണ്ടക്കൈ ചൂരൽമല മേഖല എന്ന് പറയുന്നത് KSRTCയുടെ റൂട്ടാണ്. അപ്പോൾ ഈ KSRTC ബസ്സുകൾ അവരുടെ ജീവിതത്തിൻ്റെ തന്നെ ഭാഗമാണ്. നമ്മൾ രാവിലെ 8:30 പുറപ്പെടുന്ന ഈ ബസ്സിൽ ചൂരൽമലയിലേക്ക് യാത്ര ചെയ്യുകയാണ്. രണ്ട് ചൂരൽമല. നിങ്ങൾ സ്ഥിരം ഷെഡ്യൂൾ പോകുന്ന വഴിയല്ലേ? സ്ഥിരം ഷെഡ്യൂളാ. ഞങ്ങൾ രണ്ടാളും തന്നെയാണ് രാവിലെ മുതൽ സർവീസ് നടത്തുന്നത്. ഫസ്റ്റ് വണ്ടി നമ്മുടെ തവണ കൽപ്പറ്റയിൽ. എത്ര മണിക്ക്? രാവിലെ 6 മണിക്ക്. ഞാൻ ആ സർവീസിൽ ആള് കുറവായിരിക്കും വെച്ചിട്ടാണ് 8:30. ആളില്ല, ഇന്നാകെ ഒരു 5 പേരായിട്ട് ഉണ്ടായിട്ടുള്ളൂ. പിന്നെ മുണ്ടക്കൈയിൽ ചൂരൽമലയ്ക്ക് ആരും ഉണ്ടായില്ല. മേപ്പാടിന്ന് 2 പേര് കയറി. അത് കള്ളാടി ഇറങ്ങി ഒരാൾ കാശ്മീർ ഇറങ്ങി. അത്രേ ഉള്ളൂ. ആൾ കുറവാണ്. ഇത് ഇനിയിപ്പോൾ എല്ലാം ക്യാമ്പിലായിരിക്കാം. ക്യാമ്പ് നിങ്ങോട്ട് പുറത്ത് ഇറങ്ങിയതിൻ്റെ ശേഷം ഇനിയിപ്പോൾ എല്ലാം ഒന്ന് റെഗുലറായിട്ട് ആവുള്ളൂ. അപ്പം നമ്മളോടൊപ്പം ഉള്ളത് മുണ്ടക്കൈയിൽ ഒരുപാട് കാലമായിട്ട് എസ്റ്റേറ്റിൽ ജോലി ചെയ്യുന്ന സൈതലവിക്കാണ്. രാവിലെ എപ്പോഴും KSRTC ബസ്സിലാണോ യാത്ര? ചില ദിവസങ്ങളിലൊക്കെ. ചില ദിവസം ഞങ്ങൾക്ക് താമസിക്കാൻ വീടുണ്ട്. എസ്റ്റേറ്റിൻ്റെ ക്വാർട്ടേഴ്സ് ഉണ്ട്. അപ്പോൾ ആ ഭാഗത്ത് തന്നെ ജോലി ചെയ്തുകൊണ്ട് ഒരുപാട് എല്ലാം പരിചയക്കാരായിരിക്കുമല്ലോ അല്ലേ ആ നാട്ടിൽ? അതെ അതെ അതെ. ഈ 29 രാത്രി നിങ്ങൾ വീട്ടിലായിരുന്നു? ഞാൻ വീട്ടിലായിരുന്നു. ചൂരൽമല ജംഗ്ഷനിലേക്ക് പോകാൻ പറ്റില്ല. അവിടെ പോലീസിന്റെ ബസ്സുകളൊക്കെ ഉള്ളതുകൊണ്ട് തിരക്കാണ്. തൊട്ടിപ്പുറത്ത് നീലിക്കാപ്പിൽ വെച്ച് ബസ് ഇപ്പോൾ കൽപ്പറ്റയ്ക്ക് തിരിച്ച് ബസ് നിർത്തിയിരിക്കുകയാണ്. യാത്രക്കാരൊക്കെ ഇറങ്ങി. ഈ ബസ്സിൽ വരുമ്പോൾ ഉള്ളൊരു വേദന എന്ന് പറയുന്നത് ചൂരൽമലക്കാർ വളരെ കുറവായിരുന്നു. നമുക്ക് ഭയങ്കര ശൂന്യത. കാരണം അങ്ങോട്ട് നമ്മൾ ആലോചിക്കുമ്പോൾ, കാരണം അവിടുത്തെ കുട്ടികൾ രാവിലെ ഞാനിവിടെ ഇരിക്കുമ്പോൾ വണ്ടി ഓടിക്കുമ്പോൾ എനിക്ക് ആളുകളായിട്ട് കൂടുതൽ സംസാരിക്കാനൊന്നും പറ്റില്ലെങ്കിലും ഈ മേപ്പാടി ഹൈസ്കൂളിൽ ഗേൾസിലൊക്കെ പഠിക്കുന്ന കുട്ടികൾ ഇവിടെ വന്നിട്ട് ഇങ്ങനെ നിൽക്കും. എന്നിട്ട് അവരിങ്ങനെ ഭയങ്കര സംസാരവും ഭയങ്കര സന്തോഷത്തോടെ പോയിരുന്ന ആ കുട്ടികളിൽ പലരും നമുക്കിന്ന് കാണാനില്ല, ഭൂമുഖത്തില്ല. അവരൊക്കെ മണ്ണിൻ്റെ എവിടെയൊക്കെയോ പോയി. കുറേ ആൾക്കാരെ കിട്ടി, കുറേ ആൾക്കാർ ഇനിയും കിട്ടാനുണ്ട്. അതുമാതിരി നമുക്ക് വലിയൊരു ആ ചൂരൽമല പാലം കഴിഞ്ഞ് പോകുമ്പോഴത്തേന് നമുക്കൊരു വല്ലാത്തൊരു പ്രകൃതി ഇത്രയും സൗന്ദര്യം കരിഞ്ഞു നൽകിയത് ഇങ്ങനെ പെട്ടെന്ന് എടുത്തു കൊണ്ടുപോകാനാണെന്ന് തോന്നിപ്പോവുകയാണ് ഇപ്പോൾ. എന്തായാലും നമ്മൾ ഈ യാത്ര ചൂരൽമലയിൽ അവസാനിപ്പിക്കുകയാണ്. രാവിലെ 8:30 കൽപ്പറ്റയിൽ നിന്ന് തുടങ്ങിയ യാത്രയാണ്. ഇപ്പോൾ ഇവിടെ ഇറങ്ങുകയാണ്. എന്തായാലും ആ യാത്രയിൽ ചൂരൽമലക്കാരെ വളരെ കുറച്ചുപേരെ കാണാൻ കഴിഞ്ഞുള്ളൂ എങ്കിലും പലരുടെയും അനുഭവങ്ങൾ നമുക്ക് പങ്കുവെക്കാനായി.